ഹായ്, ആനന്ദ് ശ്രീബാല. വലിയ ഹ്യൂജ് ഹൈപ്പിൽ വരുന്ന ഒരുപാട് സിനിമകൾ മൂക്കും കുത്തി താഴെ വീഴുമ്പോൾ അല്ലെങ്കിൽ വളരെ വലിയ പരാജയങ്ങളായിട്ട് മാറുന്ന ഈ ഒരു സമയത്ത് വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ സാധാരണ ചിത്രം പോലെ ഒരു ട്രെയിലറും അതിന്റെ ടീസറൊക്കെ തന്ന് നോർമലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇരിക്കാൻ പറ്റുന്നതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. ആദ്യമേ പറയാനുള്ളത്, ഈ ഒരു സിനിമ ഈ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഡയറക്ടർക്ക്, വിഷ്ണു വിനയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വളരെ നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല സന്തോഷമുണ്ട് ഈ രീതിയിലൊരു സിനിമ കാണാൻ പറ്റിയതിൽ. പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ക്രൈം ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇറങ്ങി വരാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഗംഭീര സിനിമ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഒരു വളരെ നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ സിനിമ പോകുന്നുണ്ട് എന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. ഒരു ഫ്ലോ ഉണ്ട് സിനിമയ്ക്ക്. ആ ഫ്ലോയിൽ ഇങ്ങനെ പോവാണ്. വലിയ ഹൈ മൊമെന്റ്സ് അല്ലെങ്കിൽ താഴത്തേക്ക് അതൊന്നുമില്ല. നമ്മളെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തോ ഒരു അവതരണം ഈ സിനിമയിൽ അറിയാൻ പറ്റുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ ഫ്രെയിംസിന്റെയും കളറിങ്, അത് ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ലക്കി ഭാസ്കർ കാണുന്ന സമയത്ത് അതിന് പിടിച്ചിട്ടുള്ള ഒരു കളർ ടോൺ ഉണ്ട്. ആ രീതിയിലുള്ള സംഭവങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ മൊത്തത്തിൽ അങ്ങനെയാണെന്നല്ല, ഓരോ സീനും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കളറിങ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനൊരു പുതുമ ഫീൽ ചെയ്യാൻ തോന്നി. ഒരു 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 ക്ലാസിക് ടച്ച് എവിടേക്കോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും ചറപറ മറ്റു സിനിമകളിലൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ഇട്ട് വെറുപ്പിക്കല്ല. അത് ആ സിനിമയുടെ ഫീൽ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിലും ത്രില്ലറിന് പ്രാധാന്യം നൽകല്ല, ഇൻവെസ്റ്റിഗേഷന് പ്രാധാന്യം നൽകി പോകുമ്പോഴും അതിന്റെ ഫീൽ എന്താണോ അത് കൃത്യമായിട്ട് പ്രേക്ഷകന് കിട്ടണം എന്ന് മനഃപൂർവ്വം വിചാരിച്ചു ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ്. അതിന്റെ ചില ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, അതല്ലാതെ ചില സ്ഥലത്ത് വരുന്ന, അത് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഈ നായകന്റെ അമ്മയുമായിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു 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 സംഭവം പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്ക് എടുത്തിട്ടുള്ള സീനൊക്കെ നോർമൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ആ സീൻ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്നും എനിക്ക് തോന്നണില്ല. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് കൊണ്ട്, ചെറിയൊരു മൂളല് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടത് ഇമോഷണലി എൻ്റെ ഉള്ളിലേക്ക് ടച്ചായി. അത് ആ മ്യൂസീഷ്യന്റെ ഒരു, എന്താ പറയാ, അദ്ദേഹത്തിന് ഒരു കയ്യടി നൽകേണ്ട സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതല്ലാതെ വേറെ കുറേ സ്ഥലങ്ങളിൽ ഇതിന്റെ എൻഡിങ്ങിൽ, അതല്ല ഇതിൽ നടന്നിട്ടുള്ള പ്രധാന ആസ്പദമായിട്ട് വരുന്ന ഒരു കൊലപാതകമാണ്, നിങ്ങൾക്ക് അറിയാലോ. ആ അത് പറയുന്ന സമയത്ത്, ആ ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക്, അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അത് ഒരു ഹ്യൂജ് അപ്ലോസ് ബ്രദർ. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ, അതിലേക്ക് വരുമ്പോൾ തന്നെ ഇതിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് നായകന്റെ അമ്മ, ഈ ശ്രീബാല എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ നായിക, പുള്ളിക്കാരി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് സാധാരണക്കാരന്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പോലീസുകാരന്റെ കണ്ണിലൂടെ നോക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ ഒരുമിച്ച് വെച്ച് വായിക്കാൻ പറയുന്ന ഒരു സാധനം. അത് ഒരുപാട് ത്രില്ലർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നായകന്റെ അല്ലെങ്കിൽ നായികയുടെ അമ്മയോ അച്ഛനോ വന്നിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുന്ന ചില മൊമെന്റ്സ്, ഇതൊക്കെ ഭയങ്കര ക്ലീശ സാധനമാണ്. അത്തരത്തിലായി പോകുമോ എന്നൊരു പേടി എനിക്ക് അവിടെ ഉണ്ടായത്. എന്നാൽ ആ കഥാപാത്രത്തിന് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ആ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, എന്താ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അത് മനസ്സിലാക്കുക. അത് വളരെ നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആണ്. അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സാധനമൊക്കെ നമ്മൾ കാണുന്ന പ്രേക്ഷകന് കൺവിൻസിങ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ പരിപാടിയല്ല. അപ്പൊ വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് ഇങ്ങനൊരു കഥാപാത്രം ഇങ്ങനെ ഡയലോഗ് പറയുമോ, ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. എന്നാൽ അതിനെയും നമുക്ക് പൂർണ്ണമായിട്ടും എന്താ പറയാ, ഇത് ഈ സംഭവം ഇങ്ങനെയാണ് എന്ന് തെളിയിക്കുന്ന ചില സാധനങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയി. ഇനി എടുത്തു പറയേണ്ടത്, ഈ പറഞ്ഞ പോലെ പെർഫോമൻസുകളാണെങ്കിൽ ആദ്യത്തേത് അർജുൻ അശോകൻ തന്നെയാണ് നായകൻ. പുള്ളിക്കാരന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രോമാഞ്ചത്തിലടക്കമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ഇതിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ പുതുമയുള്ള ഒരു അപ്രോച്ച് ഈ കഥാപാത്രത്തിന് വേണ്ടി പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തതാണോ
അതല്ല ഇനി ഡയറക്ടറുടെ ഇടപെടൽ കാരണം അങ്ങനെ സംഭവിച്ചാണെന്നും എനിക്കറിയില്ല. പക്ഷെ കാണുന്ന പ്രേക്ഷകന് ആ പുതുമ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പല സ്ഥലങ്ങളിലും മൈന്യൂട്ടായിട്ട് കാണിക്കുന്ന ചില എക്സ്പ്രഷൻസ് പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പുതുമ ഫീൽ ചെയ്തു. പിന്നെ നായിക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നായികയാണ്. കാണാൻ നല്ല മിടുക്കിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ട് തോന്നും. പലപ്പോഴും ഈ കൊഞ്ചലൊക്കെയുള്ള തരം ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഭയങ്കര ആപ്റ്റാണ് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഇവരാണ് നായിക എന്ന് അറിഞ്ഞപ്പോഴും ആ കഥാപാത്രം എത്രമാത്രം കറക്റ്റ് ആയിട്ട് വരും, അതോ സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് ഒരു കഥാപാത്രമാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ വോയിസിൽ എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട്, അവരുടെ വോയിസ് തന്നെയാണോ അതോ വേറെ ആൾ ഡബ് ചെയ്തെന്നെ. എന്റെ 90% ഞാൻ വിശ്വസിക്കുന്നത് അത് വേറെ ആൾ ചെയ്തതാണെന്നാണ്. ഡബ് ചെയ്തതാണെങ്കിൽ ആ വോയിസ് എടുത്ത ആ സെലക്ട് ചെയ്ത ആരാണോ അവർക്കും ഒരു ഹ്യൂജ് അപ്ലോസ്. കാരണം ഭയങ്കര നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അത് ആ കഥാപാത്രത്തിന് എടുത്ത് കാണിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ആ വോയിസ് ആണ്. ആ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ആ കൊഞ്ചൽ മാറ്റി നിർത്തി ആ കഥാപാത്രത്തിന് ഒരു സീരിയസ്നെസ് കൊടുക്കാൻ ആ വോയിസിന് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല എനിക്ക് അവരുടെ കഥാപാത്രങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണിത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരൊറ്റ കഥാപാത്രം ഒഴികെ ബാക്കി എല്ലാവരും, ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു കഥാപാത്രം, ഈ മരണപ്പെടുന്ന കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാരന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പുള്ളിക്കാരൻ്റെത് മാത്രം എനിക്ക് അത്ര കണക്ഷൻ കിട്ടിയില്ല. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടി മരിക്കുന്ന സമയത്തുള്ള കുറച്ച് സംഭവങ്ങൾ, അതല്ലാതെ സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്ന ചില ഡയലോഗ്സ് ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇമോഷണലി കണക്ട് ആവാതെ വെറുതെ ആ ഡയലോഗ് പറയുന്ന പോലെ അഭിനയിച്ചങ്ങ് പറയുന്നു. അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് എടുത്തു പറയേണ്ടത് ഏറ്റവും എൻഡിൽ ഈ സംഭവം തെളിയുന്ന സമയത്ത് നായകനെ വന്ന് കെട്ടിപ്പിടിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നീ എന്റെ മകൾക്ക് നീതി നേടിത്തന്നതിന് നന്ദി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അങ്ങ് പറയുന്ന പോലെ ഫീൽ ചെയ്യും. എന്നാൽ പുറകിലിരുന്ന് അവരുടെ അമ്മ കരയുന്ന സീനുണ്ട്, അത് ഭയങ്കരമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ക്യാരക്ടറിന്റെ അത് ആ കഥാപാത്രം ചെയ്ത രീതിയിലുള്ള മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ മാത്രം അഭിപ്രായമാണ്. ബാക്കി എല്ലാവരും 99.9% ആളുകളും വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാവുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ധൈര്യ ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമയാണ്. എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാവുന്ന സിനിമ. അതായത് ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, ഏതൊരു പ്രേക്ഷകനും പോയി കാണാവുന്ന സിനിമയാണ്. എന്നാൽ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങളൊരു ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ജോണർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന സിനിമയായിരിക്കും. ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടായിരിക്കും ഒരു പക്ഷേ ഫീൽ ചെയ്യുക. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും സൂപ്പർ സിനിമ, ഒരു വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന് വളരെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള സിനിമ. എനിക്കൊരു 7.5 ആണ് ഞാൻ അതിനൊരു റേറ്റിംഗ് കൊടുക്കുന്നത്. മേ ബി 8 ഔട്ട് ഓഫ് 10.